രുദ്രാക്ഷ കായകൾ നമുക്ക് മരം മുളയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞതുപോലെ തന്നെ വേറൊന്ന് നമുക്ക് പ്രയോജനമുള്ളതാണത് എന്ന് പറഞ്ഞു. അത് ഉണ്ടായി വരുന്ന എല്ലാ കായകളും ഭാരതത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നു. നേപ്പാളിലാണ് ഉണ്ടാവുന്നത്, ഭാരതത്തിലേക്ക് കൊണ്ടുവരുന്നു. അവിടുന്ന് നേപ്പാളിൽ നിന്നും എല്ലാം ഇപ്പോൾ ലോകരാജ്യങ്ങളിലേക്ക് മുഴുവനിലേക്കും ഇത് കയറി പോകുന്ന ഒരു വിദേശ നാണ്യം ലഭിക്കുന്ന ഒരു വസ്തുവായി മാറിക്കഴിഞ്ഞു. എന്താണ് ഇതിൻ്റെ ഇത്ര വലിയ പ്രാധാന്യം, എന്തിനാണ് ആളുകൾ കൊണ്ടുപോകുന്നത്, എന്താ അതിൻ്റെ പ്രയോജനം എന്ന് നോക്കി പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, നമുക്കറിയാവുന്ന പോലെ രുദ്രാക്ഷത്തിനെ പറ്റിയിട്ട് കേട്ടാൽ എല്ലാവർക്കും തന്നെ മനസ്സിലാവുന്നുണ്ടാവും അതൊരു ആധ്യാത്മിക വസ്തുവാണെന്ന്. ആധ്യാത്മികമായിട്ടുള്ള എന്തോ ഒരു ഉത്കർഷം കിട്ടാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ ധരിക്കുന്ന ഒരു സാധനമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. ഒരു ആധ്യാത്മിക ശിവൻ്റെ ഒരു ആധ്യാത്മിക വസ്തുവാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ആ നിലയ്ക്ക് നമ്മൾ അതിൻ്റെ മിസ്റ്റിക്കായിട്ടുള്ള ഭാവത്തിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആളുകൾ ഇതിലേക്ക് ആകർഷിക്കപ്പെട്ട് വന്നിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് ഭാരതീയ ശാസ്ത്രങ്ങളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു വച്ചിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വെച്ച് പരിശോധിച്ച് വന്നാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മോഡേൺ ലോകത്തിൽ മോഡേൺ സയൻസിൻ്റെ വികാസം കാരണം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സയൻറ്റിഫിക്കായിട്ട് പഠിക്കാൻ പറ്റി. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ നമ്മുടെ പുരാണങ്ങളിലും മറ്റു ഗ്രന്ഥങ്ങളിലും ഉള്ള വിഷയങ്ങൾ ഒന്ന് ഒത്തുവച്ച് തട്ടിച്ച് നോക്കണ സമയത്ത് നമുക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് അവയർനെസ് കിട്ടും. അതിൽ ഈ രുദ്രാക്ഷ ധാരണത്തിൻ്റെ കാര്യം നമുക്ക് എന്തിനു വേണ്ടിയാണ് നമ്മുടെ കാരണവന്മാർ ഇത് ചെയ്തുകൊണ്ടിരുന്നത് എന്നത് നമുക്ക് മോഡേൺ സയൻസിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ ആളുകളോട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി നമുക്ക് ലോജിക്കലായിട്ട് അത് സമർത്ഥിക്കാൻ പറ്റുന്ന ഒരു കാലം വന്നു. ഒന്ന്, രുദ്രാക്ഷ കായകൾ നേരത്തെ പറഞ്ഞല്ലോ, ഓരോരോ മുഖങ്ങളായിട്ടാണ് ഇത് ഉണ്ടായി വരണതെന്ന് പറഞ്ഞു. ഓരോ കായനും അതിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് വ്യത്യസ്തങ്ങളായ സീഡുകൾ അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. ആ സീഡുകൾ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കാവിറ്റി അറേഞ്ച്മെൻറ്റ് നമുക്ക് വെളിയിൽ കാണാൻ പാകത്തിന് അറകളായിട്ട് അതിലുണ്ട്. ആ അറകൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ, അറകളുടെ വരിപ്പുകൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ തക്കാളിയിൽ വരകൾ കാണുന്ന പോലെ, മത്തങ്ങയുടെ വര കാണുന്ന പോലെ, നെല്ലിക്കയിലെ ഒരു നേർത്ത രേഖ കാണുന്നത് പോലെ രുദ്രാക്ഷക്കായൻ്റെ ചുറ്റിനും ഇതുപോലെ ഓരോ വരയുണ്ട്. ആ വര നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ എണ്ണത്തിനെ തിരിച്ചറിയാം, എത്ര വിത്ത് അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിയാം. അതനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ട് നമ്മൾ ഓരോരോ രുദ്രാക്ഷങ്ങളെ ധരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണ് ആളുകൾ പഞ്ചമുഖം ധരിക്കണമെന്ന് എല്ലാവരും ചാടി പറയണത്. ഇത് വാസ്തവത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് റേഡിയേറ്റ് ചെയ്യുന്ന മരത്തിൻ്റെ ഗുരുവാണ്. ഒരു മരത്തിൻ്റെ ഗുരുവാണെന്ന് നമുക്കറിയാലോ. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ പരിപാവനത്വം എന്ന് നമ്മൾ കണക്കാക്കി വെച്ചേക്കുന്നത്, അതിൻ്റെ പവിത്രത എന്ന് കണക്കാക്കി വെച്ചേക്കുന്നത് അതിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയിട്ട്, മനുഷ്യ ശരീരത്തിൻ്റെ ഓറയെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഏതൊരു വസ്തുവിൻ്റെയും അതിൻ്റെ ഓറയെ പറ്റിയിട്ടുള്ള ക്വാണ്ടം ഫിസിക്സിൻ്റെ വികാസം വന്നപ്പോഴാണ് നമ്മുടെ പൂർവികർ നമ്മുടെ ശരീരത്തിന് ചുറ്റിനുമുള്ള, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ ഇരിപ്പിടമായിട്ട് കണക്കാക്കുന്ന പഞ്ചകോശങ്ങളെ പറ്റിയിട്ടോ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന ടേമിനെ പറ്റിയിട്ടോ നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നത് ഓറ എന്ന സങ്കേതത്തിനെ പറ്റി നമുക്ക് പുറത്ത് കാണാൻ പറ്റാറായപ്പോഴാണ്. ഓറയുടെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന കിർലിയൻ ക്യാമറ വന്നു എന്ന പരാമർശം ലോകത്ത് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണത്. അതിനെ തുടർന്ന് പിന്നീട് കിർലിയൻ ക്യാമറ ഔട്ടായാൽ അതിനെ തുടർന്ന് ധാരാളമായിട്ട് കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്തു. ഒരു വ്യക്തിയുടെ ഒരു മാംസകഷ്ണമോ ഒരു രോമോ അദ്ദേഹത്തിൻ്റെ ഒരു മോളിക്യൂളോ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ ആളിൻ്റെ ഓറ മുഴുവനും നമുക്ക് കാണാൻ പറ്റുമെന്നും, അത് കുറ്റാന്വേഷണ സംഭവങ്ങളിൽ ഒരു ഇൻസിഡൻറ്റ് നടന്നു, ആ സ്ഥലത്ത് ആ ഇൻസിഡൻറ്റിൽ പങ്കെടുത്ത ആളുകളുടെ ആ സമയത്ത് ആ രംഗത്തുണ്ടായിരുന്ന ആളുകളുടെ ഒക്കെ ഓറ ആ സ്ഥലത്ത് വീണ്ടും അവശേഷിക്കുന്നുണ്ടാവും. ആ തരം ഒരു സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആളുകളെ കണ്ടുകിട്ടാൻ പറ്റും എന്നൊക്കെ പറയുന്നിടത്തേക്ക് സയൻസ് ഡെവലപ്പ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് രുദ്രാക്ഷത്തിൻ്റെ ഈ പരിഭാവനത്വം എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഓറയെ പറ്റിയിട്ടാണെന്ന്. ഞാൻ നേരിട്ട് പറഞ്ഞാൽ ഓരോ കായകളും അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് നമ്മളുടെ ശരീരത്തിൻ്റെ ഓറയുടെ സിമിലറായിട്ട് നമുക്ക് അത് ധരിക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ രുദ്രാക്ഷം നമ്മൾ കൈവശം വയ്ക്കുന്നതോടുകൂടി ആ എനർജി ഫീൽഡ്, രുദ്രാക്ഷത്തിൻ്റെ എനർജി ഫീൽഡ് അത് കൈവശം വച്ചിരിക്കുന്ന ആളുടെ സാഹചര്യത്തിൻ്റെ ചുറ്റുവട്ടത്തിൻ്റെ എനർജിയോട് കയറി ലയിക്കും. എന്നിട്ട് ആ സപ്പോർട്ട് അത് ആ പ്രദേശത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കൊടുക്കും. അതിനെ തുടർന്ന് ഈ രുദ്രാക്ഷം ധരിച്ചിരിക്കുന്ന വ്യക്തിക്ക് രുദ്രാക്ഷത്തിൻ്റെ വലിയ എനർജി സപ്പോർട്ട് കിട്ടും. അല്ല, രുദ്രാക്ഷം പൂജാമുറിൽ വെച്ച് പൂജിക്കാൻ പോകുന്ന ആൾക്ക് ആ പൂജാമുറിക്കും ചുറ്റുവട്ടത്തും ആ രുദ്രാക്ഷത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ കവേർഡായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് അതിൽ നിന്നുണ്ടാകുന്ന ഗുണങ്ങൾ കിട്ടും. ഈ മാഗ്നറ്റിക് ഫീൽഡ് നമ്മളിൽ എന്ത് സ്വാധീനം ചെലുത്താൻ പോകുന്നത് എന്നൊരു ചോദ്യമുണ്ടോ? അങ്ങനൊരു ചോദ്യം ഉണ്ടെങ്കിൽ നമ്മൾ കളിയാക്കി പറയുന്ന ഒരു കൂട്ടർ കളിയാക്കി പറയുകയും വേറൊരു കൂട്ടർ വളരെയധികം ആശ്രയബോധത്തോടു കൂടി ചെന്ന് ചേരുകയും ചെയ്യുന്ന നമ്മുടെ ഗുരുക്കന്മാരുണ്ട്. ഞാൻ പേരെടുത്ത് പറയണില്ല. നമുക്ക്
പല പല സ്ഥലത്തും നമ്മുടെ സ്റ്റേറ്റ് വിട്ട് പല സ്ഥലത്തും ആളുകൾ തൻ്റെ ഗുരുക്കന്മാരെ അന്വേഷിച്ച് പോകാറില്ലേ? ആ ഗുരുക്കന്മാരുടെ അടുത്തേക്ക് ഈ ലോകത്തിനെ മുഴുവനും ആകർഷിച്ച് നിർത്തുന്ന ഘടകം അതാത് വ്യക്തികളുടെ ഈ ആകർഷണ ശക്തി എന്ന് നമ്മൾ പറയുന്നത് അവരുടെ ഓറ ഫീൽഡാണ്. ആ ഓറ ഫീൽഡിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുന്നതോടുകൂടി തന്നെ അവിടെ ചെല്ലുമ്പോഴേ ഒരു സമാധാനമായി എന്ന് ആളുകൾക്ക് തോന്നുന്നുണ്ട്. ആ ഗുരുവിനെ അല്ലെങ്കിൽ അമ്മയെ കണ്ടതോടുകൂടി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്ന് കരുതുന്ന ആളുകളുണ്ട്. ഇനിയും എനിക്ക് കുറച്ചും കൂടി മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട് ഈ ആളെ കാണാൻ പോകണം എന്ന് കരുതുന്ന ആളുകൾ കണ്ടിട്ടില്ല. ഒരു വലിയ പ്രഭാവശാലിയായിട്ടുള്ള ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ എനർജി ലെവൽ മാറ്റി കളയാൻ പറ്റുന്നുണ്ട്. സാധാരണ മനുഷ്യരാണെങ്കിൽ പോലും ഈ ഗുരുക്കന്മാരെ ഒന്നും തേടി പോകാത്ത സാധാരണ ഒരാളാണെങ്കിലും അയാളുടെ ജീവിതത്തിൽ ഒരു ഡിലേമ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് മുമ്പിൽ തൊട്ട് മുമ്പിൽ ഒരു ഹയർ പേഴ്സൺ ഉണ്ടാവും. ആ ആളുടെ അടുത്ത് പോയി സംസാരിച്ച് ഈ ഡിലേമ പരിഹരിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ട് ആളുടെ അടുത്തേക്ക് പോകുന്നവരെ നമ്മൾ കണ്ടിട്ടില്ലേ? അതേപോലെ നമ്മൾ സിനിമയിൽ കാണുന്ന താരങ്ങളായിട്ടുള്ള ആളുകളെ അവർ മറ്റേ സ്ക്രീൻ ക്യാൻവാസിൽ വരുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു ആത്മഹർഷം നമ്മൾ കണ്ടിട്ടില്ലേ? ആ സമയത്ത് നമുക്കുണ്ടാകുന്ന വലിയൊരു ഉണർവ് ഉണ്ടാവുന്നില്ലേ? അവരെ പറ്റിയിട്ട് വിചാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഉണർവ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരുടെ എനർജി ലെവൽ എത്ര നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇതേപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് റേഡിയേറ്റ് ചെയ്യുന്ന ഈ മരത്തിൻ്റെ ഗുരു അതിൻ്റെയും മനുഷ്യൻ്റെയും വൈബ്രേഷൻ ഒന്ന് തന്നെയാണെന്ന് പറയുന്നു. സിമിലർ ഓറയാണ് രണ്ടുപേർക്കും. അതുകൊണ്ട് രുദ്രാക്ഷം ധരിക്കുന്നതോടുകൂടി ഈ ആളുടെ ഓറ ഫീൽഡ് എക്സ്പാൻഡഡ് ആവുകയോ സ്ട്രെങ്തൻ ചെയ്യപ്പെടുകയോ ചെയ്യും. സാധാരണ മനുഷ്യന് ഓറയുണ്ട്. ആ ഓറയ്ക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഫ്ലക്ച്വേഷൻ വരാമെന്നാണ്. മഴക്കാലത്ത് ഇലക്ട്രിക്കൽ ലൈനുകൾ കൂട്ടിമുട്ടിയിട്ട് ഓവർ ഇലക്ട്രിസിറ്റി കയറി വരുമ്പോൾ 230 വോൾട്ടിൽ നിന്ന് കൂടുതൽ കയറി വരുമ്പോൾ നമ്മുടെ വീട്ടിലെ പലതരം ഡിവൈസസുകളും ഓവർ വോൾട്ടേജ് കൊണ്ട് അടിച്ചു പോകാറുണ്ട്. അതുപോലെ വോൾട്ടേജ് താഴേക്ക് പോയാലും നമ്മുടെ പല ഡിവൈസസുകളും സർവൈവ് ചെയ്യാറില്ല. അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെർട്ടറുകളും സ്റ്റെപ്പ് സ്റ്റെബിലൈസറുകളും ഒക്കെ നമ്മൾ വയ്ക്കുന്നത്. ഇതേ കണക്ക് മനുഷ്യനോടും ആധ്യാത്മിക ആചാര്യന്മാർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലോട്ടറി അടിച്ചത് കണ്ടിട്ട് അധികം അങ്ങോട്ട് സന്തോഷിക്കരുത്. നഷ്ടം വന്നു പോയി ജീവിതത്തിൽ, അത് കണ്ടിട്ട് അങ്ങനെ അധികം അങ്ങ് സന്താപവും വരണ്ട. അതിൻ്റെ രണ്ടിൻ്റെയും ഒരു ബാലൻസിങ് നിങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അപകടമാണ്. നിങ്ങളുടെ ജീവിതത്തിന് അപകടം വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗൻസ് പലതും ഇതിൽ പെട്ടിട്ട് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഒരു ബാലൻസിങ്ങിൽ കൂടെ പോകാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് ഗുരുക്കന്മാർ, ആചാര്യന്മാർ അവരെ കേൾക്കാനിരിക്കുന്ന ആളുകളെ ഉപദേശിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ വിഷയം ഓർത്തു വയ്ക്കണം. ഈ ഫ്ലക്ച്വേഷൻ വരാൻ പാടില്ല എന്ന് പറയുന്നിടത്താണ് ഞാൻ പറയുന്നത് രുദ്രാക്ഷം ധരിക്കുന്നതോടുകൂടി ഈ ഫ്ലക്ച്വേഷൻ കട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യണത്. എങ്ങനെ? ഇതൊരു സ്റ്റെബിലൈസറായിട്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിലേക്ക് എക്സസ് ആയിട്ട് വരാൻ പോണ എനർജി ചെയ്ത് ബാലൻസ് ചെയ്ത് കട്ട് ചെയ്ത് കളയുമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യന് അയാളുടെ മനസ്സിൻ്റെ വികാരങ്ങളുടെ വേലിയിറക്കത്തിനും ആശ്രയിച്ചിട്ടാണ് എനർജിയിൽ കുറവുണ്ടാവുന്നത്. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ എന്നുള്ള ഒരു പരസ്യം നമുക്ക് ഓർക്കണം. അതേപോലെ തന്നെ നമുക്ക് ഡിപ്രഷൻ ആവുന്ന സമയത്ത് നമുക്ക് എനർജി പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. രുദ്രാക്ഷത്തിൻ്റെ ഓറയ്ക്ക് ഈ തരം ലോലമായ മനസ്സില്ല. രുദ്രാക്ഷത്തിന് ഇതേപോലത്തെ ഇമോഷൻ ഇല്ല. രുദ്രാക്ഷത്തിൻ്റേത് സ്റ്റേബിളായ എനർജിയാണ്, നമ്മുടേത് സ്റ്റേബിൾ അല്ലാത്ത എനർജിയാണ്. അത് രണ്ടും കൂടി മെർജ് ചെയ്ത് നമ്മളിൽ ഫില്ല് ചെയ്ത് നിന്നാൽ നമ്മളിൽ എപ്പോഴെങ്കിലും ഒരു കുറവുണ്ടാവുന്ന സമയത്ത് ആ സ്പേസ് രുദ്രാക്ഷത്തിൻ്റെ എനർജി കയറി ഫില്ല് ചെയ്യും. നമ്മളിൽ ഹൈക്ക ഉണ്ടാവുന്ന സമയത്ത് അത് കയറി വലിച്ചെടുത്ത് ബാലൻസ് ചെയ്ത് നിർത്തും. ഇതാണ് രുദ്രാക്ഷം നമുക്ക് പ്രയോജനമായിട്ട് വരുന്നത്. ഇത് ധരിച്ചാൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രയോജനം. ഇനി ഒന്ന്, നമ്മൾ ആവശ്യത്തിൽ കൂടുതലെന്ന് പറയട്ടെ, ഞാൻ ധാരാളമായ രുദ്രാക്ഷം ധരിച്ചിട്ടുണ്ട്. എനിക്ക് ഈ എനർജി പോരാ, ഇനിയും എനിക്ക് എനർജി വേണമെന്ന് കരുതുന്ന ഒരാൾ ധാരാളം എനർജി കിട്ടാൻ പാകത്തിനുള്ളൊരു കുറേ രുദ്രാക്ഷങ്ങൾ ധരിക്കുകയാണെങ്കിൽ ആ രുദ്രാക്ഷത്തിൻ്റെ എല്ലാം എനർജി ഫീൽഡുകൾ, ഓരോരോ രുദ്രാക്ഷത്തിൻ്റെ എനർജി ഫീൽഡുകൾ കൂടിച്ചേർന്ന് എക്സ്പാൻഡഡ് ഫീൽഡ് ഉണ്ടാക്കിയെടുക്കാനുള്ള ടെക്നോളജി ദേവി ഭാഗവത പുരാണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ടെക്നോളജിക്ക് നമ്മൾ പറയുന്ന പേരാണ് മാല എന്ന്. ഒരു രുദ്രാക്ഷം ധരിച്ചാൽ മതി. പക്ഷേ നമ്മുടെ ആളുകൾ ധരിക്കുന്നത് മാലയല്ലേ. എന്തുകൊണ്ടും മാല.
മാല ധരിക്കാണ്ടായ കാരണം എനിക്ക് ഈ ഒരു മുത്തിൻ്റെ പവർ പോരാ, എനിക്ക് കൂടുതൽ മുത്തിൻ്റെ പവർ ആവശ്യമുണ്ടെന്ന് തോന്നുക. നമ്മൾ ഒരു ബാങ്ക് സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെർട്ടർ വെക്കണമെങ്കിൽ അവിടെ എത്ര ബാറ്ററികളായിരിക്കും കൊണ്ടുവന്ന് വെക്കേണ്ടാവുക? അട്ടിയിട്ട ബാറ്ററികൾ ഇങ്ങനെ അട്ടിയിട്ട് വെച്ചിട്ട് അതിലെ എല്ലാത്തിനെയും കണക്ട് ചെയ്ത് കൊടുത്തിട്ടായിരിക്കും 8, 10, 12 ബാറ്ററികൾ അട്ടിയിട്ട ഒരു പവർ ഹൗസിലായിരുന്നായിരിക്കും നമുക്ക് ആ ബാങ്കിന് ആവശ്യമുള്ള ഇൻവെർട്ടർ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതേപോലെ നമുക്ക് ഈ വ്യക്തിക്ക് ആവശ്യത്തിനുള്ള പവർ കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ രുദ്രാക്ഷ കായകളെ ചേർത്ത് വെച്ച് അതിനെ പ്രത്യേക രീതിയിൽ കണക്ട് ചെയ്യുന്ന പദ്ധതിക്ക് പറയുന്ന പേരാണ് മാല എന്ന്. ഞാൻ പറഞ്ഞു വന്നത് സയൻസിൻ്റെ കാര്യമാണല്ലോ, ശാസ്ത്രീയതയെ പറ്റി പറയാനാണ് തുടങ്ങിയത്. ദേവി ഭാഗവതത്തിൽ പറയണു, ഓരോ കായും പരിശോധിച്ച് അതിൻ്റെ വാലും തലയും തിരിച്ചറിഞ്ഞ് വാലോടോ അഥവാ തലയോടോ അഭിമുഖം വരാൻ പാകത്തിന് കോർത്ത് സ്വർണമോ വെള്ളിയോ ചെമ്പോ ലോഹം ഉപയോഗിച്ച് കെട്ടിയാൽ മാത്രമേ ഇതൊരു ശരിയായ മാലയാവുള്ളൂ. ലോഹം നിങ്ങൾക്ക് കിട്ടണില്ല എങ്കിൽ യഥാർത്ഥ പട്ടുനൂൽ ഉപയോഗിക്കണം, അതെങ്കിലും ഉപയോഗിക്കണം എന്നും പറഞ്ഞേക്കണു പ്രത്യേകം. അപ്പോൾ അത് സബ്സ്റ്റാൻഡേർഡ് ആണെന്ന് പ്രത്യേകം എടുത്തു പറയണ പോലെയാണ് അതെങ്കിലും ഉപയോഗിക്കണം. നമുക്കിപ്പോൾ അറിയാം പട്ടുനൂലെന്ന് പറയുന്ന സാധനം സെമി കണ്ടക്ടറാണ്. സ്വർണം, വെള്ളി, ചെമ്പ് എന്ന് പേരെടുത്ത് പറഞ്ഞ 3 ലോഹങ്ങൾ ഇലക്ട്രിക്കലിലെ ഗുഡ് കണ്ടക്ടറാണ്. അത് ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ മാല ഫലവത്താവുകയുള്ളൂ എന്ന് നിർദ്ദേശിച്ചു വച്ചിരിക്കുന്നു ഏതോ കാലത്ത് എഴുതിയ പുരാണം. മാർക്കണ്ഡേയ മുനി എഴുതിയ പുരാണത്തിലാണ് ഇത് എഴുതി വച്ചേക്കണേ, അല്ലെങ്കിൽ വേദവ്യാസൻ്റെ പുരാണത്തിലാണ് ഇത് എഴുതി വച്ചേക്കണേ. അതിൻ്റെ ശാസ്ത്രീയത ഇനിയും പറഞ്ഞില്ലേ. ഇത് ഓരോ കായും ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് റേഡിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യുന്നുണ്ടെന്നും കൂടി അർത്ഥം. എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. എനർജി സ്റ്റോർ ചെയ്യുന്ന ഒരു സാധനത്തിന് സ്വാഭാവികമായിട്ടും നമ്മൾ പ്ലസ് എന്നും മൈനസ് എന്നും വരച്ചിട്ടാണ് ബാറ്ററികളൊക്കെ കാണുന്നത്. നമ്മുടെ സെല്ലുകൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ കാണുന്നത് അതിൽ പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയെടുത്തിട്ട് നമ്മൾ പാരലൽ കണക്ഷൻ വേണോ സീരിയൽ കണക്ഷൻ വേണോ എന്ന് തീരുമാനിക്കുമ്പോൾ ആ പോസിറ്റീവും നെഗറ്റീവും നോക്കിയിട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മുടെ ഡിവൈസസിൽ ബാറ്ററി. ഇതേപോലെ രുദ്രാക്ഷക്കായകൾ അതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗവും അതിൻ്റെ മൂടിൻ്റെ വശവും നോക്കിയിട്ട് അത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് തീരുമാനിച്ചിട്ട് അതിനെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് പോസിറ്റീവിനോടും നെഗറ്റീവിനോടും അഭിമുഖം വരാൻ പാകത്തിന് പാരലൽ കണക്ഷനിൽ തന്നെ കെട്ടണം എന്ന് നിർബന്ധം പറഞ്ഞേക്കണം. സീരിയൽ കണക്ഷനിൽ കെട്ടിയാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കെട്ടിയാൽ എന്താ കുഴപ്പം? എങ്ങനെയെങ്കിലും കെട്ടിയാൽ സർക്യൂട്ട് ബ്രേക്കായി പോകും. എല്ലാ കായിൻ്റെയും കൂടി ഒരൊറ്റ പവർ കിട്ടില്ല. സീരിയൽ കണക്ഷനിൽ കെട്ടുകയാണെങ്കിൽ അതിലുള്ള ഇലക്ട്രോണിക് മൂവ്മെൻറ്റ് മൂവ് ചെയ്തുകൊണ്ടേ മാത്രമായിരിക്കും, ഒന്നും ഔട്ട്പുട്ട് തരാൻ പാകത്തിന് പറ്റാതെ അത് ഓടിക്കൊണ്ട് മാത്രമായിരിക്കും. ഇപ്പോൾ നമുക്ക് കുറച്ച് ഏകദേശം അവിടെ ഇവിടെയൊക്കെ കാര്യങ്ങൾ അതിനെക്കുറിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടാവും. വഴിയെ ബാക്കി പറയാം.